அப்போ நீ அல்ல வேற யாரு? அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பா என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். நீயும் சிஏயும் തമ്മിലുള്ള ഇടപാട് അയാൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி. பினு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் ഇത് അവൻ தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? എങ്ക വേണാലും சொல்றேன் സാർ. യെസ്, ആള് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ചു. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാലും വിളിക്കാം. പോലീസുകാരെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചേ? എന്താടോ ഇയാളെ എനിക്ക് കൈക്കൂലി തരുന്നു സാറേ? ഇല്ല സാർ. അയാൾ സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടയ്ക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോൾ കയറിയടിക്കാൻ പോലീസുകാരെന്താടോ ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര. സാറേ, അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്ന് ആ പിള്ളേരെ പിടിച്ചതേ പ്യുവർ കൊക്കൈനാ. എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറക്കാൻ ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട. ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻസ് ഡീലായിട്ട് ഇതിവിടെ വന്ന് സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസ്സിൻ്റെ ആൾക്കാർ. എന്നാ ശരി സാറേ, നമ്മൾ തിരക്കണം. ഒരു കാറും അവൻ്റെ ഒരു ജെന്റിൽമാൻ ഡീല് ഇവനൊക്കെ പിടിച്ചിട്ട് ലോകവിലായിട്ട് കണ്ട് ഇടിയിടിക്കണം. ഓ, അതായിപ്പം തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെപ്പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെടുത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാ ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളൻ നിയമങ്ങൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ, ഡിപ്പാർട്ട്മെന്റ്
താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴനെ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവും ആറൂനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ, അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ? ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മാഡം. കേസിന്റെ കാര്യം എന്തായെന്നറിയാൻ വയനാട്ടിൽ നിന്ന് വന്നതാ. എൻ്റെ റൂമിലോട്ട് ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. അല്ല സാറേ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? പോലീസിനോടാണോ കളിക്കുന്നത്?